നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. പതാക ദിനം ആഘോഷിച്ച് സൗദി അറേബ്യ. എല്ലാ വർഷവും മാർച്ച് 11 സൗദി പതാകയെ ആദരിക്കുന്നതിനായി പ്രത്യേക ദിനമായി ആചരിക്കുന്നു. 1937 സൗദി അറേബ്യയുടെ പതാകയ്ക്ക് അംഗീകാരം ലഭിച്ചത്. ഏകദേശം 3 നൂറ്റാണ്ടുകളായി രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയ ഏകീകരണ ശ്രമങ്ങൾക്ക് പതാക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1727 ആദ്യത്തെ സൗദി രാഷ്ട്രത്തിന്റെ തുടക്കം മുതൽ പതാകയിലെ ചിഹ്നം പരമാധികാരവും ദേശീയ ഐക്യവും ഉൾക്കൊള്ളുന്ന ശക്തിയായി തുടരുന്നു. പച്ച നിറത്തിലുള്ള പതാകയിൽ വെള്ള നിറത്തിൽ അറബിയിൽ എഴുത്തും വാളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതാകയുടെ പച്ച നിറം വളർച്ചയെയും ഫലഭൂയിഷ്ഠമായ മണ്ണിന്റെ പ്രതീകമായും കണക്കാക്കുന്നു. അതേസമയം വെള്ള സമാധാനത്തെയും വിശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. നീതിയുടെയും സുരക്ഷിതത്വത്തിന്റെയും ശക്തമായ പ്രതീകമാണ് പതാകയിലെ വാൾ. ഇത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. യാംബു പുഷ്പമേള ഏപ്രിൽ 30 വരെ നീട്ടി. ജനത്തിരക്ക് കണക്കിലെടുത്താണ് നീട്ടിയത്. മാർച്ച് 9 സമാപിക്കേണ്ടിയിരുന്ന മേളയാണ് 52 ദിവസത്തേക്ക് കൂടി നീട്ടിയതെന്ന് റോയൽ കമ്മീഷൻ എക്സ് അക്കൗണ്ടിൽ അറിയിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മലയാളികളും വൻതോതിലെത്തി. ദശലക്ഷത്തിലേറെ സന്ദർശകർ ഇതിനകം യാംബു പുഷ്പമേള കാണാനെത്തിയതായി സംഘാടകർ അറിയിച്ചു. യാംബുവിൽ ഫെബ്രുവരി 15 ആരംഭിച്ച പുഷ്പോത്സവം കണ്ടാസ്വദിക്കാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പതിനായിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ലോക റെക്കോർഡുകൾ നേടിയ മേള ലോകശ്രദ്ധ ഇതിനകം നേടിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കോട്ട, പൂക്കൾ കൊണ്ടെഴുതിയ ഏറ്റവും വലിയ വാക്ക്, ഏറ്റവും വലിയ റോക്കറ്റിന്റെ മാതൃക എന്നിവയാണ് ആഗോള അംഗീകാരം നേടിയത്. റമദാനിൽ ദുബായിൽ മാത്രം ദിവസേന 12 ലക്ഷം ഇഫ്താർ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നു. ഇസ്ലാമിക് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വകുപ്പിൽ നിന്ന് പെർമിറ്റ് നേടിയ 1200 സംഘങ്ങളാണ് ഇത്രയും പേർക്ക് ഇഫ്താർ വിഭവം തയ്യാറാക്കി എത്തിക്കുന്നത്. ലേബർ ക്യാമ്പുകൾ, പള്ളികൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സജ്ജമാക്കിയ റമലാൻ ടെന്റുകളിലൂടെയാണ് വിതരണം. സർക്കാരിന്റെ അംഗീകൃത ജീവകാരുണ്യ സംഘടനയാണ് മേൽനോട്ടം വഹിക്കുന്നത്. പലയിടത്തും മലയാളി സംഘടനാ വോളണ്ടിയർമാരും വിതരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വെള്ളം, ഈന്തപ്പഴം, പഴവർഗ്ഗങ്ങൾ, പലഹാരം, മോര്, ജ്യൂസ്, ബിരിയാണി എന്നിവ അടങ്ങിയതായിരിക്കും ഇഫ്താർ പാക്കറ്റ്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.